ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നമ്മുടെ നാടൻ വിഭവമായ കപ്പ വട തയ്യാറാക്കാം. പലർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും ഇത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിരുന്നു. അപ്പോൾ നമുക്ക് അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കപ്പയാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു വലിയൊരു കപ്പയാണ്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചുരണ്ടി എടുത്താൽ മതി. ഇത് നമ്മൾ ഇതേപോലെ ഗ്രേറ്റ് ചെയ്യുന്ന മുമ്പിട്ട് തന്നെ നല്ലതുപോലെ കഴുകിയെടുക്കുക. ഗ്രേറ്റ് ചെയ്തതിന് ശേഷം കഴുകേണ്ട ആവശ്യമില്ല. ഞാനതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി 2 സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കണം. അതേപോലെ കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും, അതും വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇത് ഇത്രയും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചേർത്താൽ മതി. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഒന്ന് ചതച്ചെടുത്തതാണ്, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം മുഴുവനായിട്ടും ചേർക്കാം, പക്ഷേ ഇതേപോലെ ചതച്ച് ചേർക്കുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. നമ്മൾ നേരത്തെ പച്ചമുളകും ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കാനായിട്ട്. നമുക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം, അതായത് പെരുങ്കായപ്പൊടി, നമ്മൾ സാമ്പാറിലൊക്കെ ചേർക്കില്ലേ ആ പൊടി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കടലമാവ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി കടലമാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇതിലൊട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ കപ്പയിലും വെള്ളമുണ്ട്, അതേപോലെ സവാളയിൽ നിന്നും വെള്ളം നല്ലതുപോലെ ഇറങ്ങി വരും. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇതേപോലെ കുഴച്ചെടുക്കുക. നമുക്കത് കുഴയ്ക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് കുഴച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നമുക്കത് വെള്ളം പോലെ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി കടലമാവ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കടലമാവിൻ്റെ അളവ് നമ്മളത് കുഴയ്ക്കുന്നതനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. നമുക്കത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരുപാടങ്ങ് ലൂസാണെങ്കിൽ കുറച്ചും കൂടി മാവ് ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ പ്രത്യേകിച്ച് ഒരു കണക്കൊന്നുമില്ല കടലമാവിന്. അപ്പോൾ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വട ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് എത്ര വലുപ്പത്തിലാണോ നമുക്ക് വട വേണ്ടത് അത്രയും മാവ് കയ്യിലെടുത്ത് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അതിന് ശേഷം നമ്മൾ വടയ്ക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിൻ്റെ നടുഭാഗം ഇങ്ങനെ പൊങ്ങിയിരിക്കണം, സൈഡ് മാത്രം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതേ രീതിയിൽ ഇനി നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതലും ടേസ്റ്റി ആയിട്ടുണ്ടാവുക. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് വട ഇതേപോലെ ഓരോന്നും ഷേപ്പ് ചെയ്തിട്ട് എണ്ണയിലിട്ട് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ, കാരണം നമ്മൾ കപ്പ പച്ചയ്ക്കാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പോൾ കപ്പ വേവണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ഇതിൻ്റെ നിറം മാറി വന്നിട്ടുണ്ട്. നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും നല്ലതുപോലെ ഇത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ള മാവ് കൊണ്ടും ഇതേ രീതിയിൽ തന്നെ നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ വളരെ ടേസ്റ്റിയാണിത്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കപ്പയൊക്കെ നമുക്ക് എപ്പോഴും കിട്ടുന്ന സാധനമാണല്ലോ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ ഇതിൻ്റെ അകം ഞാൻ കാണിച്ചു തരാം. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ വേവില്ല എന്ന് പേടിക്കേണ്ട, നല്ലതുപോലെ കപ്പ വെന്തോളും. മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. താങ്ക്